നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായിട്ട് പോകേണ്ടത് അത് ഇറാനിലേക്ക് തന്നെയാണ്. ഇറാനിൽ ഇപ്പോൾ റഷ്യയുടെ IL-76 എന്ന് പറയുന്ന മിലിറ്ററി കാർഗോ പ്ലെയിൻ എത്തിയിരിക്കുകയാണ്. റഷ്യയുടെ IL-76 എന്ന് പറയുന്ന ഈ ഒരു വിമാനം, അതായത് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു വിമാനം എന്ന് പറയുന്നത് ഭാരമേറിയ യുദ്ധസാമഗ്രികൾ കൊണ്ടുവരുന്നതിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇറാൻ തങ്ങളുടെ മിലിറ്ററി സ്ട്രെങ്ത്, അവരുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ റഷ്യയിൽ നിന്ന് ഇത്തരം യുദ്ധോപകരണങ്ങൾ കൊണ്ടുവരുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം ആദ്യമായിട്ടാണ് IL-76 എന്ന് പറയുന്ന ഈ ഒരു വിമാനം ഇറാനിലെത്തുന്നത്. എന്നാൽ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ഒരു വിമാനത്തിൽ Su-35, അതായത് റഷ്യയുടെ തന്നെ ഫൈറ്റർ ജെറ്റാണ്, അതിന്റെ പാർട്സുകളാണ് എന്നും, അല്ലെന്നുണ്ടെങ്കിൽ എയർ ഡിഫൻസ് സിസ്റ്റം, റഷ്യയിൽ നിന്നുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ആയിരിക്കാം എന്നും, അതുപോലെ തന്നെ റഷ്യയിൽ നിന്നുള്ള അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളാണ് എന്ന രീതിയിലും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ ഇത് കൺഫേം അല്ല. എന്താണ് ഈ ഒരു IL-76 ഉള്ളത് എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം അത് നമുക്ക് ലഭിച്ചിട്ടില്ല. ഇറാന് റഷ്യയിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു ശക്തമായ പിന്തുണ അത് തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്ന ഒരു രാജ്യമെന്ന് പറയുന്നത് അത് ഇസ്രയേൽ തന്നെയാണ്. ഇസ്രയേലിനൊപ്പം തന്നെ അമേരിക്കയും അതുപോലെ തന്നെ നാറ്റോ രാജ്യങ്ങളും ഈ ഒരു സാഹചര്യം അത് സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇസ്രയേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ വേണ്ട രീതിയിലുള്ള ഒരു പിന്തുണ അത് റഷ്യയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല എന്ന് ഇറാനിലെ ചില രാഷ്ട്രീയ നേതൃത്വം ആരോപിച്ചിരുന്നു. എന്നാൽ അതേ സമയം തന്നെ ചൈന ഇറാന് വേണ്ട സഹായങ്ങളെല്ലാമായി തന്നെ ഒരു കാർഗോ ഷിപ്പിൽ നിറയെ യുദ്ധസാമഗ്രികളുമായിട്ട് ഇറാനിലേക്ക് എത്തിയതും നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് ഇറാൻ റഷ്യയെ വിട്ട് ചൈനയുമായി കൂടുതൽ അടുക്കുന്നു എന്ന രീതിയിൽ ഒരു സംശയം ആ ഒരു സമയത്ത് നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ ഏറ്റവും പുതിയ നീക്കം, അതായത് ഈ IL-76 ഇറാനിൽ എത്തിയതോടുകൂടി തന്നെ ആ ഒരു സംശയത്തിനും ഇവിടെ ഉത്തരമായിരിക്കുകയാണ്. അതായത് റഷ്യയും ചൈനയും ഇറാന് വേണ്ട പിന്തുണയുമായിട്ട് മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഇസ്രയേൽ ഇറാനിലേക്ക് നടത്തിയ ആക്രമണത്തെക്കുറിച്ച് ഇറാന് നേരത്തെ തന്നെ, അതായത് ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പറയുന്ന ഓപ്പറേഷനെ കുറിച്ച് ഇറാന് നേരത്തെ തന്നെ കാലേക്കൂട്ടി തന്നെ ഇറാൻ അറിയാമായിരുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ട് പറയുന്നത്. ഇറാന്റെ ഇന്റലിജൻസ് വഴി വരാൻ പോകുന്ന ആക്രമണത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ഇറാന് കിട്ടിയിരുന്നു എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് സ്പെക്ടേറ്റർ എന്ന് പറയുന്ന ഒരു മാധ്യമമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ഇസ്രയേലിൽ നിന്നുള്ള ആക്രമണം നേരിടാനായിട്ട് ഇറാൻ തയ്യാറായിരുന്നു. പിന്നീട് ഇസ്രയേലിലേക്ക് നടത്തിയ ആക്രമണവും ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണവും നമ്മൾ കണ്ട ഒരു കാഴ്ച തന്നെയാണ്. ഈ ഒരു റിപ്പോർട്ട് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന 2-3 പോയിന്റ് ഉണ്ട്. അതായത് ഇസ്രയേൽ പോലെയുള്ളൊരു രാജ്യം, അതായത് ഏറ്റവും ആധുനികമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഏറ്റവും ആധുനികമായിട്ടുള്ള ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കുന്ന ഇസ്രയേൽ ആ ഒരു രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ, അതായത് എപ്പോൾ ഒരു ആക്രമണം ഉണ്ടാകും എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ, ഇത്തരം വിവരങ്ങളെല്ലാം തന്നെ ഇറാന് കാലേക്കൂട്ടി മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഇസ്രയേലിന്റെ ഇന്റലിജൻസ് ഫെയിലിയർ ആണ് എന്നാണ് ഈ റിപ്പോർട്ട് വിലയിരുത്തുന്നത്. അതിനിടെ മറ്റൊരു റിപ്പോർട്ട് വരുന്നുണ്ട്. ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മസൂദ് പെഷസ്കി, അദ്ദേഹത്തെ വധിക്കാനായിട്ട് 6 മിസൈലുകൾ ഇസ്രയേൽ പ്രയോഗിച്ചു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടതായിട്ടും ഇപ്പോൾ ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. 12 ദിവസം നീണ്ടു നിന്നിട്ടുള്ള ഇറാൻ ഇസ്രയേൽ വാറിനിടെയാണ് ഈ ഒരു ശ്രമങ്ങളെല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത്. ഇറാനിലെ സുപ്രീം സെക്യൂരിറ്റി കൗൺസിൽ മീറ്റിംഗിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇസ്രയേൽ പദ്ധതികൾ രൂപീകരിച്ചത്. ഈ ഒരു മീറ്റിംഗിൽ ഇറാന്റെ പ്രസിഡന്റും അതുപോലെ തന്നെ ഇറാനിലെ ടോപ്പ് ഒഫീഷ്യൽസും പങ്കെടുത്തിരുന്നു. ഇതിനു മുമ്പുള്ള ഒരു TV ഇന്റർവ്യൂവിലും, ഒരു അമേരിക്കൻ മാധ്യമത്തിന് നൽകിയ ഒരു TV ഇന്റർവ്യൂവിലും ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പെഷസ്കിയൻ തന്നെ വധിക്കാനായിട്ട് ഇസ്രയേൽ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ആരോപണം അവിടെ വെച്ച് തന്നെ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതുവരെ ഇസ്രയേലിന് അത് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം.